കോഴിക്കോട് ആംബുലൻസ് അപകടത്തിൽ ഡ്രൈവർക്കെതിരെ കേസ്. ഇന്ന് പുലർച്ചെയാണ് വാഹനം ട്രാൻസ്ഫോമറിൽ ഇടിച്ചു കത്തി രോഗി വെന്തു മരിച്ചത്. വിവരങ്ങളുമായി റിയാസ് KMR ചേരുന്നുണ്ട്. റിയാസ്, ഇപ്പോൾ ഡ്രൈവർക്കെതിരെ കേസെടുത്തിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന് പുലർച്ചെ ഉണ്ടായ അപകടത്തിൽ ആംബുലൻസ് അപകടത്തിൽപ്പെടുകയും ട്രാൻസ്ഫോമറിൽ നിന്ന് തീ പടർന്ന് ഒരു രോഗിയായ സ്ത്രീ വെന്ത് മരിക്കുകയും ചെയ്ത സംഭവത്തിലാണ് ഇപ്പോൾ ആംബുലൻസ് ഡ്രൈവർ ഉള്ളിയേരി തെരുവത്ത് കടവിലെ അർജുനെതിരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 304A ഒപ്പം തന്നെ 279, 338 വകുപ്പുകൾ പ്രകാരമാണ് അർജുനെതിരെ കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഗുരുതര വകുപ്പുകൾ തന്നെയാണ് അർജുനെതിരെ ചുമത്തിയിരിക്കുന്നത്. 304A വകുപ്പ് എന്ന് പറയുന്നത് മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്കാണ് കേസെങ്കിലും 10 വർഷം വരെ തടവോ അല്ലെങ്കിൽ പിഴയോ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് ഇത്. കൂടാതെ അശ്രദ്ധയോടെ വാഹനം ഓടിച്ചതിനും ഒപ്പം പരുക്ക് ഉണ്ടാക്കിയതിനും, അതായത് ശരീരത്തിൽ പൊട്ടലുണ്ടാക്കിയതിനുമാണ് മറ്റ് വകുപ്പുകൾ ചേർത്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഒരുപക്ഷെ പോലീസ് ഇതിനെ വളരെ ഗൗരവകരമായി തന്നെ ഈ അപകടത്തെ കണ്ടു എന്നാണ് നമുക്ക് ഈ ഒരു സമീപനത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് പുലർച്ചെ 3:30 അപകടം നടന്നത്. ആ അപകടത്തിൽ നാദാപുരം സ്വദേശിനി 57-കാരിയായ സുലോചന എന്ന് പറയുന്ന രോഗിയാണ് വെന്ത് മരിക്കുന്ന സാഹചര്യമുണ്ടായത്. ഇവരെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയയാക്കുന്നതിന് വേണ്ടി മുടക്കല്ലൂരിലെ മലബാർ മെഡിക്കൽ കോളേജിൽ നിന്നും കോഴിക്കോട് മിംസ് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിന് ആ സമയത്താണ് ഇന്ന് പുലർച്ചെ മഴയുണ്ടായിരുന്നു. ആ സമയത്ത് മഴയുണ്ടായത് കാരണം ആംബുലൻസ് തെന്നി നിയന്ത്രണം വിട്ട് റോഡരികിലെ AB ട്രാൻസ്ഫോമറിൻ്റെ ചെറുരൂപമായ AB യൂണിറ്റിൽ ഇടിക്കുകയും അതിൽ നിന്ന് തീ പടർന്നാണ് ഈ സ്ത്രീ മരിക്കുന്നത്. ഒപ്പം തന്നെ ആംബുലൻസ് ഡ്രൈവർ അർജുൻ അടക്കമുള്ള 6 പേർക്ക് ഈ സംഭവത്തിൽ പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ആ പരിക്കേറ്റവരുടെ എല്ലാം പരിക്ക് സാരമില്ലാത്തതാണ് എന്നാണ് അധികൃതർ വിശദീകരിച്ചത്. എന്തായാലും ആ സംഭവത്തിലാണ് ഇപ്പോൾ ആംബുലൻസ് ഡ്രൈവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. വ്യക്തമാണ് റിയാസ്. കോഴിക്കോട് ആംബുലൻസ് അപകടത്തിൽ ഡ്രൈവർക്കെതിരെ കേസ്. ഇന്ന് പുലർച്ചെയാണ് അപകടമുണ്ടായത്. വിവരങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട് നിന്നും റിയാസ് KMR.